ഹായ് ഹലോ എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അയർലൻഡിലെ വെക്സ്ഫോർഡുള്ള ഒരു ക്യാസിലാണ്. എറൗണ്ട് 30,000 ക്യാസിൽസ് അയർലൻഡിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിൽ കുറേയൊക്കെ കാലപ്പഴക്കം വന്ന് നശിച്ചു പോയിട്ടുണ്ട്, കുറേയൊക്കെ റീബിൽഡ് ചെയ്തെടുത്തിട്ടുമുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അയർലൻഡിലെ വെക്സ്ഫോർഡുള്ള എന്നിസ്കോർത്തി ക്യാസിലാണ്. അപ്പോൾ ഈ ഒരു ക്യാസിൽ നിർമ്മിക്കപ്പെട്ട 13-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം എന്താണ് ഇതിൽ ഉള്ളതെന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് ശരിക്കും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരു 1100 തൊട്ട് 1800 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ക്യാസിൽ ആരുടെയൊക്കെ കൈവശമായിരുന്നു, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തിരുന്നത്, ഇതാരാണ് ബിൽഡ് ചെയ്തത്, അവരിൽ നിന്ന് ആരാണ് പിന്നീട് കൈവശം വെച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കാണാൻ പറ്റും. ഫിലിപ്പ് ഡി പെൻഡഗസ്റ്റ് എന്ന പേരുള്ള ആംഗ്ലോ നോർമാൻ നൈറ്റാണ് 1190-ൽ ഈ ഒരു കാസിൽ നിർമ്മിച്ചത്. അതിനുശേഷം 1370-ൽ ആർട്ട് മെക്മൊറെ കെവന്ന കിങ് ഓഫ് ലെയിൻസ്റ്റർ കാസിൽ അറ്റാക്ക് ചെയ്യുകയും പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. ഇംഗ്ലീഷ് ആർമീസിൻ്റെ ഒരു താവളമായിട്ടും ഈ ഒരു കാസിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ആർമീസിൻ്റെ ആ ഒരു ഡ്രസ് കോഡും അവർ യൂസ് ചെയ്തിരുന്ന ആയുധങ്ങളും ഒക്കെ ഒരു എക്സിബിഷൻ പോലെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഡൈനിങ് ഹാളും ടേബിളും ആ ഒരു ക്രമീകരണങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. ഇതിനൊക്കെ അപ്പുറം എടുത്തു പറയേണ്ടതായിട്ടുള്ളത് പ്രിസണേഴ്സിന് വേണ്ടിയിട്ടും ഈ ഒരു ക്യാസിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കണം താഴേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു അണ്ടർഗ്രൗണ്ടും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോകുന്തോറും നമ്മളൊരു അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്ന പോലെ ഒരു ഫീലാണ്, അതായത് ഒരു ഗുഹയിലേക്ക് കടക്കുന്നതായിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത്. ഓക്സിജൻ കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തടവറ പോലെ തന്നെയുണ്ട്. തടവുകാരെ ഇവിടെയാണ് പാർപ്പിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു വോളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്പോർട്സ്മാൻ്റെ പിക്ചറൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു അണ്ടർഗ്രൗണ്ടിൽ അവർ ശരിക്കും ലൈറ്റും ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ എയർ കണ്ടീഷണറൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടുന്നതും അതുപോലെ തന്നെ നമുക്ക് അധികം ഒരു ശ്വാസം മുട്ടലൊന്നും ഫീൽ ചെയ്യാത്തതൊക്കെ അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു കാസലിന് മുകളിലോട്ടുമൊക്കെ ഫ്ലോറുണ്ട്. അവിടെ ഡ്രോയിങ് റൂമും അവർ യൂസ് ചെയ്തിരുന്ന കുറേ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സും അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരുടെ ഫോട്ടോസും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള കാസിൽസ് നമുക്ക് പറഞ്ഞു തരുന്നത് ഏൻഷ്യൻ ഐറിഷ് ഹിസ്റ്ററി തന്നെയാണ്. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീണ്ടും നിങ്ങളുടെ മുമ്പിൽ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതിന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കൂടിയേ തരൂ. അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ, സീ യു.